നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു ലേണിംഗ് പ്രോസസ്സ് ആണ് എന്ന് ചാരുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള പദവും ലേണിംഗ് എന്നുള്ള പദവും രണ്ടും ഒരേ അർത്ഥത്തിൽ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഒരിക്കലും അവസാനിക്കാത്തതാണ് ലേണിംഗ് എന്നുള്ളത് ചാരുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ നിൽക്കില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞു പിന്നെ ജോലിക്ക് പോവുക. ഇപ്പോൾ ജോലി സമയത്തും വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്നതൊന്നും എഡ്യൂക്കേഷൻ്റെ ഭാഗമല്ല, നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകുന്നു. അപ്പോൾ അതിനെ ലേണിംഗ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ട്, ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷൻ ക്യാരക്ടറിൽ അവസാനിക്കണം എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞു. ഒരു ക്യാരക്ടർ ഉണ്ട്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻഡായിട്ട്, സത്യസന്ധമായിട്ട്, കമ്പാഷനേറ്റ് ആയിട്ട്, ഷെയറിംഗ് ആയിട്ട്, നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് എഡ്യൂക്കേഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക പൂർത്തീകരിക്കാറാകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവണം. വിദ്യാദദാതി വിനയം വിനയാദ്യാദി പാത്രതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ക്യാരക്ടർ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. സ്കൂളിങ് കഴിഞ്ഞപ്പോൾ തന്നെ സത്യസന്ധത സ്വഭാവമായിട്ടുണ്ടാവണം, നിസ്വാർത്ഥത സ്വഭാവമായിട്ടുണ്ടാവണം, കമ്പാഷൻ സ്വഭാവമായിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ തുടക്കത്തിൽ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സ്കൂളിൽ പോയാലറിയാം, അസംബ്ലി, ക്ലാസ്സിൽ ടൈം ടേബിൾ, ടീച്ചർ വന്നാൽ എണീറ്റിരിക്കുക, പിന്നെ നാഷണൽ ആന്തം ചൊല്ലുക, ആനുവൽ ഡേ സെലിബ്രേഷൻസ് എല്ലാം ഒരു തരത്തിലുള്ള റെപ്പറ്റീഷനാണ്. നമ്മൾ വീട്ടിലും റെപ്പറ്റീഷനാണ്. രാവിലെ എണീക്കുക, വൈകുന്നേരം പഠിക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക, എല്ലാത്തിനും ഒരു ബാലൻസ്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അങ്ങനെ ഒരു ബേസിക് ആയിട്ട് ഒരു നേച്ചർ നമ്മുടെ ഉള്ളിൽ വരണം. പിന്നെ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്കൂളിൽ കഴിഞ്ഞിട്ട് പിന്നെയും ഉണരുന്നതും ഉറങ്ങുന്നതിനും ഒരു ഫിക്സ് ആയിട്ട് ടൈമിംഗ് ഇല്ലെങ്കിൽ ഇനി എപ്പോഴാണ് പഠിക്കുക? ഭക്ഷണം കഴിക്കുന്നതിനൊരു ബാലൻസ് ഇല്ല, പിന്നെയും ആർത്തി, ഡ്രസ്സിനോടുള്ള കമ്പം, ഇതൊന്നും ഈ പീരീഡിൽ നമുക്ക് മാറ്റാൻ കഴിച്ചില്ലെങ്കിൽ ഇനി എപ്പോൾ പഠിക്കും? പിന്നെ അങ്ങോട്ട് വേണ്ടത് മനസ്സിൻ്റെ വളർച്ചയുടെ സമയമാണ്. പ്രായം ചെല്ലുന്തോറും
ശരീരത്തിൻ്റെ കഴിവുകൾ കുറയുന്നുണ്ട്, മാനസികമായിട്ടുള്ള കഴിവും നമ്മുടെ വിസ്ഡമും വർദ്ധിച്ചു ശരീരത്തിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന രീതിയിലായി മാറുന്നു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ തരത്തിലുള്ള റിച്വൽസ്, നമ്മുടെ മതങ്ങളിലൊക്കെ റിച്വൽസ് ഉണ്ട്. റിച്വൽസിന് എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് അടിസ്ഥാനപരമായ ഡിസിപ്ലിൻ വരാനാണ്, അല്ലാതെ ആ റിച്വലിൻ്റെ ഉള്ളിലൊന്നുമില്ല. ചാരിജി മഹാരാജ് പോലെ ഒരു കാറ് ക്ലീൻ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, എന്തിനാണത്? യാത്ര ചെയ്യാനാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ക്ലെൻലിനെസ്, ശുദ്ധി, ടൈഡിനെസ്, ട്രൂത്ത്ഫുൾനെസ്, ഇതൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അത് ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാനാണ്. അതൊരു അവസാനമല്ല. നോളജ് ഒരു തുടക്കമാണെന്ന് ലാലാജി മഹാരാജ് പറയുന്നത്, അത് മാധ്യമം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ റിച്വൽസിൽ മാത്രം കുടുങ്ങി കിടക്കുമ്പോൾ അതിനെ നമ്മൾ ഒബ്സഷൻ എന്ന് പറയും. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നുണ്ട്. വൃത്തിനെ പറ്റി ഒബ്സഷൻ, ഡിസിപ്ലിനെ പറ്റി ഒബ്സഷൻ, സത്യത്തിനെ കുറിച്ച് ഒബ്സഷൻ. ഭീഷ്മ പിതാമഹൻ്റെ കഥയിൽ ധർമ്മത്തിൽ ഒബ്സസ്ഡായി. അതുകൊണ്ട് സ്നേഹം പ്രകടമാവേണ്ട സമയത്ത്, ദ്രൗപദീനെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഭീഷ്മർ ധർമ്മത്തിൽ കുടുങ്ങിക്കണം. പിന്നെയും ഒബ്സസ്ഡാണ്, ധർമ്മത്തിൽ ഒബ്സസ്ഡാണ്. എല്ലാത്തിനും നമ്മൾ ഒബ്സസ്ഡ് ആവണം. അപ്പോൾ അത് നമ്മൾ ട്രാൻസെൻഡ് ചെയ്യണം. അത് നമ്മളുടെ ക്യാരക്ടറായി. ഇനി അത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാനൊരു പേഷ്യൻറ്റിനെ നോക്കുന്നതിനിടയ്ക്ക് എൻ്റെ ഷർട്ടിൽ ഒരു ബ്ലഡ് സ്റ്റെയിൻ ആയി. ഞാൻ ഷർട്ട് കഴുകിയിട്ട് ഞാൻ പേഷ്യൻറ്റ് നോക്കുള്ളൂ പറയാൻ പറ്റും? ഇത് ക്ലീൻ ചെയ്യണം, എനിക്ക് മനസ്സിലായി. ജോലി കംപ്ലീറ്റ് ചെയ്യുക. ഇനി അത്രയും പ്രശ്നമാണ്. നമ്മൾ അൺസ്ട്രൈൽ സർജറി ചെയ്യുന്ന സമയത്താണ് കയ്യിലെവിടെയെങ്കിലും അൺസ്ട്രൈൽ വെച്ച് വേഗം ഗ്ലൗസ് മാറണം, റീസ്ക്രബ് ചെയ്യണം. അതിനുള്ള സെൻസിറ്റിവിറ്റി ബോഡിക്ക് വരുന്നു. ഈ വിരൽ ഞാൻ തൊട്ടിരിക്കുന്നു വേറെ എവിടെയോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും. ബോഡിക്കൊരു ഡിസിപ്ലിൻ വരും. ബോഡി നമ്മുടെ യാത്രയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അതാണ് റിച്വലിൻ്റെ ഗുണം. ഞാൻ ഇന്ന് സമയത്തിന് എണീറ്റില്ല എന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷനാവേണ്ട കാര്യമില്ല. നാളെ സമയത്തിന് എണീക്കാമല്ലോ. എനിക്കറിയാം എൻ്റെ അടിസ്ഥാനപരമായ സമയം എന്താണ്. ഇപ്പോൾ രോഗം വരുമ്പോൾ ഇല്ല ഞാൻ 4 മണിക്ക് എണീക്കും, വയ്യാതെ എടുക്കേണ്ടി വരും, ചിലപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആ ഫിക്സ് ടൈം ടേബിൾ ഉണ്ട്. നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പാട്ടുകാരൻ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ ആദ്യം ശ്രുതി മീറ്ററും എന്നൊരു റിച്വലുണ്ട്. തൊഴുക, ശ്രുതിപ്പെട്ടി വീട്ട്, ഇതൊക്കെ ഉണ്ട്. അവസാനം നല്ലൊരു മഹാനായ ഗായകൻ ഇതെല്ലാം ഫ്യൂസ് ചെയ്യും. ഇതിനൊന്നും ടൈം ചിലവാകില്ല, നേരെ പാട്ടിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഇല്ലെങ്കിൽ പാട്ട് തുടങ്ങാൻ പറ്റും. കാരണം ഇതൊക്കെ ഉള്ളിൽ ആയിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് അതിനൊരു ബഹുമാനമില്ല എന്നല്ല, അത് ഓൾറെഡി സ്വായത്തമാക്കി കഴിഞ്ഞു. അതാണ് ഒബ്സഷൻ നമ്മൾക്ക് വിഷനിലേക്ക് തമ്മിൽ ഡിഫറൻസ്. വിഷൻ എന്ന് പറഞ്ഞാൽ ദർശനം. നമ്മുടെ ജീവിതത്തിലൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിനായിട്ട് പ്രിപ്പയർ ചെയ്യലാണ് ശരിക്കും നമ്മുടെ ഈ റിച്വൽസ് കുടിക്കിടക്കുന്നതിന് ഒബ്സഷൻ എന്ന് പറയുന്നത്. നേരെ റിച്വൽസ് നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ബേസിക് ഇൻ്റലിജൻസ് ആയിട്ട് മാറ്റിയിട്ട് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസിലേക്ക് നീക്കുമ്പോൾ ആ പർപ്പസിനെ നമ്മൾ വിഷൻ എന്ന് പറയും. ഇത് രണ്ട് കൺഫ്യൂഷൻ നമുക്ക് ചിലപ്പോൾ വരാം. വിഷൻ നമ്മളെ നിസ്വാർത്ഥമാക്കുന്നു. നമ്മുടെ കാര്യം മാത്രമല്ല, ഈ താഴെ ഉള്ള ഈ ബേസിക് ഡിസിപ്ലിനെ പറ്റി വീണ്ടും വീണ്ടും ചെയ്യുക. മുന്നോട്ട് യാത്ര ചെയ്യാത്തൊരു കാറിനെ പോലെ ഗ്യാരേജിൽ കാർ ഇട്ടിരിക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. നമ്മൾ പേടിയാണ്, കാറ് പുറത്തെടുത്താൽ ചളിയാവും. അതിനെ നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്നത്. അത് ആചാരങ്ങൾ, നമ്മുടെ മതങ്ങളിലൊക്കെ ആചാരങ്ങളുണ്ട്. വിളക്ക് അഥവാ കെട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി, നമ്മൾ പൂജ തകർന്നു, പ്രശ്നമായി. അതിനാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. വിളക്ക് കെട്ടാൽ രണ്ടാമത് കത്തിക്കുക. ഇനി അഥവാ അവിടെ എന്തെങ്കിലും ഒരു അൺക്ലീൻ ആയിട്ടുള്ള ഇതുണ്ടാവണമെങ്കിൽ അത് വൃത്തിയാക്കി രണ്ടാമതും നമുക്ക് തുടങ്ങാം. കാരണം വിഷൻ സ്നേഹമാണ്. പലപ്പോഴും റിച്വൽസിൽ ഒബ്സഷനായിട്ട് നമ്മൾ വിഷൻ മറന്നു പോകുന്നു. കുടുംബത്തിൻ്റെ യോജിപ്പ്, രാജ്യത്തിൻ്റെ യോജിപ്പ്, സ്നേഹം, ഇതാണ് വിഷൻ. മഹാത്മാഗാന്ധിജിക്ക് സ്വരാജ്യം ഒരു വിഷനായിരുന്നു, അതൊരു ഒബ്സഷനല്ല. അതാണ് സ്വരാജ് എന്ന് പറഞ്ഞാൽ ഒബ്സഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്വരാജ് എന്നുള്ളതൊരു നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത എന്നാലൊരു സങ്കല്പം നമ്മുടെ ഉള്ളിലുണ്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ വിധത്തിലെ ഡിസിപ്ലിൻസും, ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം തപസ്, അതാണ് തപസ് എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം, ഇതൊക്കെ കൂടെ അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സ്വരാജിലേക്ക്. അത് ഈ ലൈഫിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ലൈഫിലും ഇതേ ദർശനം, വിഷൻ. സ്വയം സ്വരാജിലേക്ക് വരിക, സ്വയം ആ ലക്ഷ്യത്തിലേക്ക് എത്തുക. അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ സ്വയം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റെപ്പറ്റീഷൻസ്, അതിൽ ഡെപ്തിൽ പോകുന്നതാണ് ശരിക്കും നമ്മൾ ഈ റിച്വൽസിൻ്റെ ഉദ്ദേശം. അതിൽ കണക്റ്റഡ് ആവാനല്ല. അപ്പോൾ സഹജമാർഗത്തിൽ 10 പ്രമാണങ്ങളുണ്ട്. 10 പ്രമാണങ്ങൾ അതേപോലെ തന്നെ രാവിലെ പുലരുമ്പോൾ ഉണരണം, ധ്യാനിക്കണം. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിലൊന്നും പോയി, ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പോകണം, എന്നെ പിടിച്ചാൽ ഞാൻ ഒരു പരിപാടിക്കും വരില്ല, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വരും.
അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇത് ഡെപ്തിൽ പോയിട്ടുണ്ട്. അത് ഒരു റിമംബറൻസ് ആയിട്ട് മാറണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം. കണ്ണടച്ചിരുന്ന് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അത് നാച്ചുറലാവും. ഇത് മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒബ്സഷനും വിഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ചാരിജി മഹാരാജ് പറയും, ഒബ്സഷൻ നിങ്ങളെ കീഴടക്കുന്നു, പക്ഷേ വിഷൻ നിങ്ങളുടേതാണ്. നിങ്ങൾ ഒരിക്കലും വിഷനിൽ താഴെയല്ല, വിഷനിൽ ഉയരുകയാണ് ചെയ്യുക. ഒബ്സഷനിൽ നമ്മൾ താഴുകയാണ് ചെയ്യുക. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അതൊരു രോഗമാണ്. വിഷൻ ഒരു രോഗമല്ല. വിഷൻ ജീവിത ദർശനമാണ്. നമ്മുടെ ജീവിതത്തിൽ ബേസിക് ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ട് ആ ഡിസിപ്ലിനെ ട്രാൻസെൻഡ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് ഉയർത്താനും നമ്മൾക്കത് ഷെയർ ചെയ്യാനുമുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സർജറി ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് അതിൻ്റെ ചില സ്റ്റെപ്സ് ഉണ്ട്. മൈക്രോസ്കോപ്പിൻ്റെ ലൈറ്റ് നോക്കുക, ഫുഡ് പെഡൽ കറക്റ്റ് വയ്ക്കുക. കുറേ കാലം കഴിഞ്ഞ് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സർജറി ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ശരിയായില്ല, ഇന്ന് എൻ്റെ പൊസിഷൻ ശരിയായില്ല, ഇന്ന് സർജറി വേണ്ട എന്ന് പറയുന്നത് ഈ പഠിച്ചില്ലേ. പുസ്തകം പഠിച്ചിട്ട് പുസ്തകത്തിനെ ട്രാൻസ്ലെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആചാരങ്ങളിലാണോ കുടുങ്ങിയിരിക്കുന്നത്, വിഷനാണോ നമ്മൾ നയിക്കുന്നത്? രാവിലെ ഗ്രന്ഥങ്ങളെടുത്ത് വായിക്കുന്നു. മാലാ ഫേർത്ത് ജുഗുബയ ഫിരാന മൻകാ ഫേർ കർക്കാ മൻകാ ഡാരിദേ മൻകാ മൻകാ ഫേർ എന്ന് കബീർദാസി പറഞ്ഞിട്ടുണ്ട്. ബീഡ്സ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവിതകാലം മുഴുവൻ തിരിച്ചുകൊണ്ട്, മനസ്സിൽ ഒരു മാറ്റവും. ഇത് ഒബ്സഷനാണ്. ഈ കർക്കാ മൻകാ ഡാരിദേ, മനസ്സ് കയ്യിലുള്ള ബീഡ്സ് മാറ്റി വെച്ചിട്ട് മനസ്സിലേക്ക് ഉയർത്തുമ്പോൾ അത് വിഷനായിട്ട് മാറും. ഞാൻ ഈശ്വര ദർശനത്തിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഇതിനെ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ട്. ഇതൊരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ കാരണം ശരീരത്തിനും കൂടി മറികടക്കേണ്ട ഒരു സ്റ്റേജ് വരും. അപ്പോൾ നമ്മൾ ഒബ്സസ്ഡ് ആവരുത്. നമ്മുടെ ജീവിതത്തിനെ നയിക്കേണ്ടത് വിഷനാണ്. ഇതേക്കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കണം, നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.